പട്ടസാലി കൊണ്ട് മദ്യം വെച്ചിട്ട് കൊണ്ട് കടക്കുന്നത് നിരന്തരം റോഡ് ബ്ലോക്ക് ചെയ്ത് നടന്നു പോകാൻ. നമസ്കാരം പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം ചടയമംഗലം KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഭാഗമാണ്. ഇവിടെ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നിയമാനുസൃതം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ രാവിലെ ദൂരയാത്രയ്ക്ക് പോകുന്നവരോ ജോലി അന്വേഷിച്ച് പോകുന്നവരോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവരോ ആയവർ ഈ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവുക ഒരു നിത്യ സംഭവമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് അംഗീകൃത ഓട്ടോ സ്റ്റാൻഡാണ്. നിത്യജീവിതത്തിനായി രാവിലെ ഓട്ടോറിക്ഷയുമായി ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് അവരുടെ ഓട്ടോ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഓട്ടോ കൊണ്ട് സൈഡ് ചെയ്യാനോ സ്ഥലമില്ലാതെ വന്നിരിക്കുകയാണ് ഈ സംഭവം കാരണം. ബന്ധപ്പെട്ട അധികാരികൾ പല പ്രാവശ്യം ഇടപെട്ടു എന്നാണ് സാക്ഷി TV മനസ്സിലാക്കുന്നത്. ഒന്നാലോചിക്കും, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള, അതായത് KSRTC ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശം പഞ്ചായത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അതിവിശാലമായ ഒരു ഗ്രൗണ്ട് നൽകിയിട്ടുണ്ട്. 15 രൂപയാണ് അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നത്. എത്ര സമയം വേണമെങ്കിലും ആ 15 രൂപയ്ക്ക് ആ വാഹനം ആ ഗ്രൗണ്ടിൽ വയ്ക്കാവുന്നതാണ് നമുക്ക്. അത് ചെയ്യാതെയാണ് ഈ അനധികൃതമായി ഇത്തരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും ചടയമംഗലത്തെ ടൗണിൽ തന്നെ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഫലമില്ല. ആളുകൾ വീണ്ടും വീണ്ടും അവിടെ തന്നെ വാഹനം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവർ പോവുകയാണ്. ഇനി രാത്രിയാകും ഈ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി എടുക്കുക. ഒന്ന് പറയട്ടെ, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും ജീവിക്കാൻ വേണ്ടിയാണ് തെരുവിലിറങ്ങുന്നത്. അവരുടെ വയറ്റിൽ നമ്മളെന്തിനാണ് അടിക്കുന്നത്? കഞ്ഞി പാറ്റയിടാതിരിക്കാൻ ദയവ് ചെയ്ത് ഇത് സാക്ഷി TVയുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നിങ്ങൾ പോയി അപ്പുറത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനങ്ങൾ നിങ്ങൾ പാർക്ക് ചെയ്താൽ അതിൽ ഒരു സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ട് നല്ലത് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. സസ്നേഹം, സാക്ഷി TV.